കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ SCERT ചാപ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഇനി വരുന്ന എക്സാംസിന് 2026 ഇനി അപ്കമിങ് എക്സാംസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, ബെബ്കോ LD, BFA തുടങ്ങിയ എല്ലാ എക്സാംസിനും എത്രത്തോളം നമ്മുടെ SCERT പാഠഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സീരീസ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. SCERT പോർഷൻസ് സിലബസ് പ്രകാരം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യും. അതിൽ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജിയാണ്. ബയോളജിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയും. 8ാം ക്ലാസ്സിലെ ബയോളജിയിലുള്ള ഒരു ചാപ്റ്ററാണ് ജീവൻ്റെ ഉത്ഭവം ജീവികളുടെയും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമം ഉണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് പരിണാമ സിദ്ധാന്തമാണ്. എങ്ങനെയാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്ററും മിസ്സാക്കുന്നില്ല. ഏകദേശം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന സസ്തനിയായിരുന്നു. ഈ ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നു. ഇവയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിൻ്റെ ഭാഗമായി ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിൻ്റെ പരിണാമ ചരിത്രം തെളിവാണ്. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമത്തിൻ്റെ കൗതുകകരമായ ചരിത്രമുണ്ട്. ജീവികൾക്ക് കാലക്രമേണ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ജീവജാലങ്ങളും മുമ്പുണ്ടായിരുന്നവയിൽ നിന്ന് പരിണമിച്ചവയാണെങ്കിൽ ജീവന്റെ ആദ്യ രൂപം എന്തായിരുന്നു? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി ശാസ്ത്രലോകത്ത് അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത്. ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്ന് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളായി പരിണമിച്ചു. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ശാസ്ത്രീയ അന്വേഷണങ്ങളും അതിൽ നിന്ന് ശാസ്ത്രലോകം എത്തിച്ചേർന്ന നിഗമനങ്ങളും ചിത്രീകരണം 8.1 വിശകലനം ചെയ്ത് മനസ്സിലാക്കാം. ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സിദ്ധാന്തങ്ങളാണ് പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും. അതാണ് ഈ ചിത്രീകരണം 8.1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്താ നമുക്ക് നോക്കാം. പാൻസ്പെർമിയ സിദ്ധാന്തം: ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് എന്ത് വിളിക്കുന്നത്? പാൻസ്പെർമിയ. അടുത്തത് രാസപരിണാമ സിദ്ധാന്തം: ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം.
അപ്പോൾ പാൻസ്പേർമിയ പറയുന്നത് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പാൻസ്പേർമിയ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു. അതായത് സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ആവിർഭവിച്ചതെന്നാണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങൾ പല കാലങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും തെളിവുകളുടെ പിൻബലം കൂടുതൽ ഉള്ളതും ശാസ്ത്രലോകത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും രാസപരിണാമ സിദ്ധാന്തത്തിനാണ്. അപ്പോൾ കൂടുതൽ പാൻസ്പേർമിയ സിദ്ധാന്തത്തെക്കാളും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് രാസപരിണാമ സിദ്ധാന്തത്തിനാണ്. അതിന് തെളിവുകളുടെ പിൻബലം കൂടുതലായിരുന്നു. അടുത്തത് ജീവന്റെ ആവിർഭാവം. എങ്ങനെയായിരിക്കും രാസപരിണാമ പ്രക്രിയയിലൂടെ ജീവന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക? നൽകിയിരിക്കുന്ന വിവരങ്ങൾ സൂചകങ്ങളുടെ സഹായത്താൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തൂ. ആദിമ ഭൂമിയിലെ അന്തരീക്ഷം: ഉന്നത താപനില, ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി. സ്വതന്ത്ര ഓക്സിജൻ ഇല്ല. നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയും സമുദ്ര രൂപീകരണവും. വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലം. അപ്പോൾ ആദിമ ഭൂമിയിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഉന്നത താപനില വളരെ ഉയർന്നതായിരുന്നു. ഏതൊക്കെ വാതകങ്ങളാണ് ഉണ്ടായിരുന്നത്? ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെ അമോണിയ, നീരാവി. സ്വതന്ത്ര ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടായിരുന്നില്ല. നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയും സമുദ്ര രൂപീകരണവും. വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലം. ഊർജ സ്രോതസ്: സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. സമുദ്രത്തിൽ ലഘു ജൈവകണങ്ങളുടെ രൂപീകരണം. അതിനുശേഷം സങ്കീർണ ജൈവകണികകളുടെ രൂപീകരണം. ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. ദെൻ ആദിമകോശം, സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ളത്, അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ ശേഷിയുള്ള ആദിമകോശം രൂപപ്പെടുന്നു. അതൊരു ഫ്ലോ ചാർട്ട് പോലെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആദ്യം സമുദ്രത്തിൽ ലഘു ജൈവ കണികകളുടെ രൂപീകരണം, അതിനുശേഷം ആദ്യം ലഘു ജൈവ കണികളുടെ രൂപീകരണം, അതിനുശേഷം സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം, അതിനുശേഷം ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. അതിൽ നിന്നാണ് ആദിമകോശം, സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ള ആദിമകോശം രൂപപ്പെടുന്നത്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സവിശേഷതകൾ: സമുദ്രത്തിൻ്റെ രൂപപ്പെടൽ, ജൈവകണികളുടെ രൂപീകരണത്തിന് സഹായകമായ ഊർജ സ്രോതസ്സുകൾ, ആദിമകോശത്തിൻ്റെ രൂപീകരണം. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ, അതായത് മുൻപുള്ള പേജിൽ ഡിസ്കസ് ചെയ്തതെന്നാണ് പറയുന്നത്. ചിത്രീകരണം 8.2 നിന്നും രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമകോശത്തിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കിയല്ലോ. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ചിത്രീകരണം 8.3 വിശകലനം ചെയ്ത് ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരിൽ ചിലരെ പരിചയപ്പെടും. അതായത് നമ്മൾ രാസപരിണാമ പ്രക്രിയയ്ക്കാണ് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതെന്ന് മുന്നേ പറഞ്ഞു. പാൻസ്പേർമിയ സിദ്ധാന്തത്തെക്കാളും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് രാസപരിണാമ പ്രക്രിയ സിദ്ധാന്തത്തിനാണ്. ഈ രാസപരിണാമ സിദ്ധാന്തത്തിന് അതിൻ്റെ തെളിവുകൾ വിശദമാക്കുന്ന തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് കണ്ടെത്തിയ ചില ശാസ്ത്രജ്ഞരെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഹരോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ. ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചു. അപ്പോൾ ഹരോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ പറയുന്നത് ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചു. സിഡ്നി ഫോക്കസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു. ജോവാൻ ഒറോ,
ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. അതായത് ന്യൂക്ലിക് ആസിഡുകളുടെ ഒരു പ്രധാന നിർമ്മാണ ഘടകമാണ് എന്ത്, അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് അഡിനിൻ എന്ന നൈട്രജൻ ബേസ്. അത് കൃത്രിമമായി നിർമ്മിച്ചു ജോവാൻ ഓറോ. അപ്പോൾ ഹരോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ, സിഡ്നി ഫോക്കസ്, ജോവാൻ ഓറോ. രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകളുണ്ട്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യൂറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇവരുടെ പരീക്ഷണ സംവിധാനം, ചിത്രീകരണം, 8.4 വിവരണം എന്നിവ വിശകലനം ചെയ്ത് പട്ടിക 8.1 പൂർത്തിയാക്കും. 8.4 ഇതിൽ പറയുന്നത് യൂറേ മില്ലറിൻ്റെ പരീക്ഷണമാണ്. യൂറേ മില്ലർ എന്താണ്? ഹാരോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചു. അപ്പോൾ നിർമ്മാണ ഘടകങ്ങൾ ഏതിൽ നിന്നാണ്? വാതകങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്നാണ് യൂറേ മില്ലർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ചാർട്ടാണ് താഴെ. എങ്ങനെയാണ് ആ പരീക്ഷണം നടന്നത് എന്നാണ് ആ ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദിമഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ജൈവ തന്മാത്രകളായ അമിനോ ആസിഡുകളെ നിർമ്മിക്കുവാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ നമ്മളെ ഭൂമിയിൽ എന്താണോ സാഹചര്യം ഉണ്ടായിരുന്നത് അത് നമ്മളൊരു പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ച് ആണ് ഇത്തരം പരീക്ഷണങ്ങൾ യൂറേ മില്ലർ നടത്തിയത്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മുന്നേ ആ പരീക്ഷണ സംവിധാനം എങ്ങനെയാണെന്നാണ്, ആദിമഭൂമിയിലെ സാഹചര്യവും പരീക്ഷണ സംവിധാനം എങ്ങനെയാണെന്നാണ് ആ പട്ടികയിൽ പറയുന്നത്. ആദിമകോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവജാലങ്ങളിലേക്ക്. ആദിമകോശത്തിനുണ്ടായ മാറ്റങ്ങൾ. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണല്ലോ ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിലേക്ക്. പ്രോകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത് ലളിതഘടനയുള്ള ഒരു ഓർഗാനിസമാണ്. അതിന്ന് യൂക്കാരിയോട്ടിക് ഓർഗാനിസം സങ്കീർണ ഘടനയുള്ള ഓർഗാനിസമാണ്. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ നിന്ന് കുറേ കൂടി സങ്കീർണ ഘടനയുള്ള യൂക്കാരിയോട്ടിക് കോശങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ സവിശേഷത എന്താണ്? പ്രോകാരിയോട്ടിക് കോശം, യൂക്കാരിയോട്ടിക് കോശം എന്നിവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചിത്രീകരണം 8.5 തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോകാരിയോട്ടിക് കോശം എന്ന് പറയുന്നത് എന്താണ്? കോശാംഗങ്ങൾ കുറവായിരിക്കും. യൂക്കാരിയോട്ടിക് കോശത്തിൽ കൂടുതൽ കോശാംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രോകാരിയോട്ടിക്കിൽ കോശാംഗങ്ങൾക്ക് സ്തര ആവരണമില്ല. അതായത് ഒരു സെൽ മെംബ്രെയിൻ ഏതിനില്ല? പ്രോകാരിയോട്ടിക് കോശത്തിൽ ഇല്ല. യൂക്കാരിയോട്ടിക് കോശത്തിൽ സ്തരാവരണത്തോട് കൂടിയ കോശാംഗങ്ങൾ. ആ കോശാംഗത്തിന് സെൽ ഓർഗനൽസിന് എന്തുണ്ട്? സെൽ മെംബ്രെയിൻസ് ഉണ്ട്. പ്രോകാരിയോട്ടിക് കോശത്തിൽ സ്തരാവരണമുള്ള മർമ്മമില്ല. അതായത് ന്യൂക്ലിയസിന് സ്തരാവരണമില്ല, മെംബ്രെയിൻ ഇല്ല. മെംബ്രെയിൻ ഇല്ലാത്ത ഒരു മർമ്മമാണ് പ്രോകാരിയോട്ടിക് കോശത്തിലുള്ളത്. യൂക്കാരിയോട്ടിക്കിലാണെങ്കിൽ സ്തരാവരണമുള്ള മർമ്മം ഉണ്ട്. കോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് കോശാംഗങ്ങൾ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക? നൽകിയിരിക്കുന്ന ചിത്രീകരണം 8.6 വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. യൂക്കാരിയോട്ടിക് കോശം തന്നിട്ടുണ്ട്. ഇവിടെ യൂക്കാരിയോട്ടിക് കോശം, അതിൽ നിന്ന് ചെറുകോശമായ എയറോബിക് ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ഈ യൂക്കാരിയോട്ടിക് കോശം ചെറുകോശമായ എയറോബിക് ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിനു പകരം സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ മൈറ്റോകോൺട്രിയയായി മാറുന്നു.
നമ്മുടെ സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് മൈറ്റോകോൺട്രിയ ഉണ്ടാവുന്നത് എന്നാണ് ഈ ഒരു ചിത്രീകരണം പറയുന്നത്. അതിന് താഴെ പറയുന്നു യൂക്കാരിയോട്ടിക് കോശം. എങ്ങനെയാണ് ഹരിതകണം ഉണ്ടാകുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയെ വിഴുങ്ങുന്നു. പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയ ദഹിപ്പിക്കുന്നതിനു പകരം സംരക്ഷണം നൽകുന്നു. അതിനെ ദഹിപ്പിക്കുന്നതിന് പകരം എന്താണ് സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു. ഹരിതകണം ഏതിലാണ്? പ്ലാന്റ് സെൽസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു. ഈ ഒരു ചിത്രീകരണം അതാണ് പറയുന്നത്. പ്രോകാരിയോട്ടിക്കുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്കാരിയോട്ടുകളുടെ മുഖ്യ സവിശേഷത. കൂടാതെ ഇവയിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ പര്യാപ്തമായ സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളും രൂപപ്പെട്ടു. അതായത് പ്രോകാരിയോട്ടിക് കോശങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ ഒരു ഘടന കൂടുതൽ സങ്കീർണമാണ്. കോശാംഗങ്ങൾ പ്രോകാരിയോട്ടിക്കിൽ കുറവാണ്, യൂക്കാരിയോട്ടിക്കിൽ കോശാംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. സ്തരാവരണം ഇല്ലാത്ത ഒരു ന്യൂക്ലിയസ് ആണ് പ്രോകാരിയോട്ടിക് കോശങ്ങളിലെങ്കിൽ യൂക്കാരിയോട്ടിക്കിൽ സ്തരാവരണമുള്ള ഒരു ന്യൂക്ലിയസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ മുൻപ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. പ്രോകാരിയോട്ടിക് കോശം, യൂക്കാരിയോട്ടിക് കോശം ഘടന എന്താണ്? പ്രോകാരിയോട്ടിക്കിലാണെങ്കിൽ ലളിതമായതാണ്, യൂക്കാരിയോട്ടിക്കിൽ കൂടുതൽ സങ്കീർണമായതാണ്. മർമ്മം പ്രോകാരിയോട്ടിക്കിൽ സ്തരാവരണം ഇല്ലാത്ത മർമ്മമാണ് കാണപ്പെടുന്നത്. യൂക്കാരിയോട്ടിക്കിൽ സ്തരാവരണത്തോടു കൂടിയ വ്യക്തമായ മർമ്മം. മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ പ്രോകാരിയോട്ടിക്കിൽ കുറവായിരിക്കും, യൂക്കാരിയോട്ടിക്കിൽ കൂടുതലായിരിക്കും. കോശാംഗങ്ങൾ കുറവ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചു. അതേപോലെ യൂക്കാരിയോട്ടിക്കിൽ കോശാംഗങ്ങൾ കൂടുതലായിരിക്കും. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ സമുദ്രങ്ങളിലുണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ കോശങ്ങൾ രൂപപ്പെട്ടു. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രോകാരിയോട്ടിക കോശങ്ങൾ രൂപപ്പെട്ടു. ഏകദേശം 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുള്ള യൂക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കൂടുതൽ സങ്കീർണ ജീവികളും ഉണ്ടായി. പ്രോകാരിയോട്ടുകളിൽ നിന്ന് വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടാകാൻ എത്ര കാലദൈർഘ്യം വേണ്ടി വന്നിട്ടുണ്ടാകും? ഇതുമായി ബന്ധപ്പെട്ട കാലഗണന പട്ടിക വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. കാലയളവ്, സവിശേഷതകൾ. അതായത് ഒരു 4 to 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയുടെ ഉത്ഭവം. ആദ്യത്തെ ജീവൻ്റെ രൂപീകരണം ലളിതഘടനയോടുകൂടിയ ഏകകോശ പ്രോകാരിയോട്ടുകളാണ്. അതായത് ഭൂമിയുടെ ഉത്ഭവം, അതിനുശേഷം പ്രോകാരിയോട്ടിക് കോശങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷം ബഹുകോശ ജീവികളായ ബഹുകോശ ജീവികൾ ഉണ്ടാവുന്നു, സസ്യങ്ങളും ജന്തുക്കളും ഉണ്ടാവുന്നു, അതിനുശേഷം ദിനോസറുകൾ. പിന്നീടാണ് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സസ്തനികളുടെ ആവിർഭാവം, ദെൻ മനുഷ്യോൽപത്തി. ആദ്യം ഭൂമിയുടെ ഉത്ഭവം, അതിനുശേഷം പ്രോകാരിയോട്ടിക്സ്, ദെൻ യൂക്കാരിയോട്ടിക് കോശങ്ങൾ, സസ്യങ്ങളും ജന്തുക്കളും കരയിൽ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ടാവുന്നു, ദിനോസറുകൾ ഉണ്ടാവുന്നു, ദെൻ സസ്തനികൾ, മാമൽസ്, പിന്നെ മനുഷ്യോൽപത്തി. ഇങ്ങനെയാണ് പറയുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ ആവിർഭാവം വരെയുള്ള പരിണാമ പ്രക്രിയയുടെ കാലഘടന മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ പ്രപഞ്ചോൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ ആവിർഭാവം വരെയുള്ള കാലഘടന കണക്കാക്കിയാലോ? ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകമാകും വിധത്തിലുള്ള ചിത്രീകരണമാണ് കോസ്മിക് കലണ്ടർ. എന്താണ് കോസ്മിക് കലണ്ടർ? പ്രപഞ്ചത്തിൻ്റെ പ്രായം കേവലം 1 വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുകയാണെന്ന് കരുതുക. പ്രസ്തുത കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് ഏകദേശം 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. എങ്ങനെയാണ്? കോസ്മിക് കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. ഒരു കോസ്മിക് കലണ്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡിസംബർ 31, അതായത് 1152 മനുഷ്യൻ രൂപപ്പെട്ടു. അങ്ങനെയാണ് അതിനുശേഷം, അതായത് ഡിസംബർ 18 നട്ടെല്ലുള്ള ജീവി. അതിൻ്റെ ഒരു, അതായത് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രായം, മൊത്തത്തിലുള്ള പ്രായം ഏകദേശം 1 വർഷമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ്
ഇങ്ങനൊരു കലണ്ടർ ഉണ്ടാക്കിയത്. ഏകദേശം എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉൽപ്പത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോസ്മിക് കലണ്ടർ. അതിലെങ്ങനെയാണ് പ്രോകാരിയോട്ടിക്കുകൾ, യുക്കാരിയോട്സ്, ജീവൻ്റെ ആവിർഭാവം എങ്ങനെയാണെന്നൊക്കെ അതിൽ ആ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കിയിരിക്കുക, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിൻ്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ കാലഘടനയിൽ മനുഷ്യൻ്റെ ആവിർഭാവം എത്ര അടുത്ത കാലത്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. അതായത് മനുഷ്യനുണ്ടാവുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ നമ്മൾ ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായിട്ടുണ്ട്. അതായത് സസ്തനികൾ, മാമൽസ് ഉണ്ടായത് അതിന് ശേഷമാണെന്ന് മാത്രം. ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യത്തിന് പിന്നിൽ ജീവപരിണാമം എന്ന പ്രക്രിയയാണ്. പരിണാമം ആകസ്മികമായി നടക്കുന്ന പ്രക്രിയ ആയതിനാൽ അതിൻ്റെ ദിശ പ്രവചിക്കുവാൻ പ്രയാസമാണ്. പരിണാമത്തിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്ത് നിങ്ങളുടെ ചിന്തകൾ സർഗാത്മക രചനകളാക്കും. അടുത്തത് നമ്മൾ എക്സസൈസ് ഒന്ന് നോക്കി നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ യൂക്കാരിയോട്ടുമായി ബന്ധമില്ലാത്തവ ഏതെന്ന് എഴുതുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ യൂക്കാരിയോട്ടുമായി ബന്ധമില്ലാത്തവ. വ്യക്തമായ മർമ്മസ്തരം കാണപ്പെടുന്നു. യുക്കാരിയോട്ടിക്സ് ആണോ പ്രോകാരിയോട്ടിക് ഓർഗാനിസ് ആണോ? വ്യക്തമായ മർമ്മസ്തരം കാണപ്പെടുന്നു, യുക്കാരിയോട്ടിക് ആണ്. കോശാംഗങ്ങൾക്ക് സ്തര ആവരണം ഇല്ല, ഏതാണ്? പ്രോകാരിയോട്ടിക് ആണ്. മർമ്മസ്തരത്തിനകത്ത് ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നു. ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നത് യൂക്കാരിയോട്ടിക് ആണ്. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശാംഗങ്ങൾ കാണപ്പെടുന്നത് യൂക്കാരിയോട്ടിക് ഓർഗാൻ, അതായത് സങ്കീർണമായ ഘടനയുള്ളത് യൂക്കാരിയോട്ടിക്സ് ആണ്. അതിലാണ് കോശാംഗങ്ങൾ കാണപ്പെടുന്നത്. ഇനി കാലഗണന പട്ടിക ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ഇതിൽ കാലഗണന പട്ടിക ആദ്യം ഏതാണ് ഉണ്ടായത് നിങ്ങൾ പറ. ആദ്യം ഉണ്ടായത് പ്രോകാരിയോട്ടിക്സ് ആണ്. അതായത് പ്രോകാരിയോട്ടുകളാണ് ആദ്യം ഉണ്ടായത്. അതിന് ശേഷം യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ഉണ്ടാവുന്നു. അതായത് പ്രോകാരിയോട്ടുകൾ, രണ്ടാമത് യൂക്കാരിയോട്ടുകൾ, ബഹുകോശ ജീവികൾ, മൂന്നാമതാണ് ബഹുകോശ ജീവികൾ, അതിനുശേഷം കരയിലെ ആദ്യ ജന്തുക്കളും സസ്യങ്ങളും, അതിനുശേഷം ദിനോസറുകൾ, പിന്നീടാണ് സസ്തനികൾ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ കാലഗണന പട്ടിക ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആദ്യം നമ്മൾ പ്രോകാരിയോട്ടുകൾ ഉണ്ടാകുന്നു, യൂക്കാരിയോട്ടുകൾ ഉണ്ടാകുന്നു, ബഹുകോശ ജീവികൾ ഉണ്ടാകുന്നു, കരയിലെ ആദ്യ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടാകുന്നു, ദിനോസറുകൾ ഉണ്ടാകുന്നു, സസ്തനികൾ, അതിനുശേഷം മാമൽസ് ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് PSC എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ SCRT ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിനൊരു കംപ്ലീറ്റ്നെസ് പ്രൊവൈഡ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കാണാം. അതായത് എങ്ങനെയാണ് ജീവൻ്റെ ഉൽപ്പത്തി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ചിലപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ, അതായത് ഇത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് രാസപരിണാമ സിദ്ധാന്തം ആരാണ്, അങ്ങനെയൊക്കെ ഒരു ചോദിച്ചെന്ന് വരാം. അതുകൊണ്ട് ഈ ഒരു ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പേര്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രേ പറയാനുള്ളൂ. ജീവൻ്റെ ഉത്ഭവം, ജീവികളുടെയും. ഈ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്. സെൽ ഓർഗനൽസ്, സെല്ലിൻ്റെ ഘടന തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ കരിയർ വെബിൻ്റെ SCRT സീരീസിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.